നമുക്കിന്ന് മുട്ട കൊണ്ട് നല്ല അടിപൊളി ലോലിപോപ്പ് ഉണ്ടാക്കാം. അതിന് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. അതിനു വേണ്ടി ഞാൻ 6 കോഴിമുട്ടയും മീഡിയം സൈസിലുള്ള 4 ഉരുളക്കിഴങ്ങും പുഴുങ്ങി തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് നല്ല വേകണം, എന്നാൽ വെന്ത് കലങ്ങാൻ പാടില്ല കേട്ടോ. ആ ഉരുളക്കിഴങ്ങ് നമുക്ക് ഈ സാധനം വെച്ച് നന്നായിട്ടൊന്ന് ഉടയ്ക്കാം. ഉരുളക്കിഴങ്ങ് ഉടയ്ക്കുമ്പോൾ കട്ടയൊന്നുമില്ലാതെ ഉടച്ചെടുക്കണം കേട്ടോ. ഇതാ ഇതേപോലെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഒരു കഷ്ണം പോലും ഇല്ല. നമുക്കിനി ഇതിൽ മസാലകൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് ഈ വറ്റൽ മുളക് പൊടിച്ചതാണ്, അതിട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അരിഞ്ഞു വെച്ച സാധനങ്ങൾ ചേർക്കാം. 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1 വലിയ ഉള്ളിയുടെ പകുതി ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. 1 തണ്ട് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് മിക്സാക്കി കുഴച്ചെടുക്കാം. മസാലകളൊക്കെ എല്ലായിടത്തും പടുന്ന രീതിയിൽ നമുക്ക് കുഴച്ച് എടുക്കാം. ഉപ്പും മസാലയും ഒക്കെ നന്നായിട്ട് എല്ലായിടത്തും ആവട്ടെ. ചിലപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മളിങ്ങനെ കുഴയ്ക്കുമ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ വ്യത്യാസം അനുസരിച്ച് വെള്ളം കൂടുതലുണ്ടാവും. ഇതിൽ ഞാനിപ്പോൾ വെള്ളം ഒന്നും ചേർത്തിയിട്ടില്ല. അത് കൂടുതൽ ഈ ഉരുളക്കിഴങ്ങ് നമ്മളിങ്ങനെ കുഴയ്ക്കുമ്പോൾ നനവ് കൂടുതലെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ബ്രെഡ് പൊടിയിട്ട് കുഴച്ചാൽ മതി കേട്ടോ. ഇപ്പം നമ്മൾ മുട്ടയ്ക്ക് വേണ്ട ഉരുളക്കിഴങ്ങൊക്കെ നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് അത് മുക്കി പൊരിക്കാനുള്ള മൈദപ്പൊടി കുറച്ച് കലക്കിയെടുക്കാം. ഞാൻ അതിന് വേണ്ടി ഒരു 3 ടേബിൾ സ്പൂണ് മൈദപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. മുട്ട വേണമെങ്കിൽ മുക്കി പൊരിക്കട്ടോ. മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് മൈദപ്പൊടി കലക്കി മുക്കി പൊരിച്ചാൽ മതി. അതിൽ നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് വറ്റൽ മുളക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. വറ്റൽ മുളക് ചതച്ചതാണ് കേട്ടോ. നമുക്ക് ഇതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സാക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് കട്ടിയിൽ കലക്കിയെടുക്കാം. ഇനി ഇതും ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് പൊടിയാണ്. ബ്രെഡ് പൊടി ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബ്രെഡ് പൊടി ഞാനൊന്ന് ചെറുതായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇനി നമ്മുടെ കോഴിമുട്ട നമുക്ക് ലോലിപോപ്പ് ആക്കി എടുക്കാം. നമുക്കിനി ഇതിലൊരു മുട്ട എടുക്കാം. ഈ ഐസ്ക്രീമിൻ്റെ കോലില്ലേ, ആ കോലാണ് ഈ കോല്. ആ കോലെടുത്ത് ഒന്ന് ഇതിലിങ്ങനെ മുട്ടയുടെ സെൻറ്ററിൽ ഇങ്ങനെ കുത്തി കൊടുക്കുക. ഈ കത്തി കൊണ്ട് ഇനി നമുക്ക് ഒരു 4 വര കൊടുക്കാം. 2 3 4 വരയെന്ന് പറഞ്ഞാൽ മുട്ടയുടെ ഉണ്ണിയിൽ കത്തി തട്ടരുത് കേട്ടോ. മുട്ടയുടെ വെള്ളയിൽ മാത്രമേ കത്തി തട്ടാൻ പാടുള്ളൂ. ഇനി നമുക്കിത് ഇതിൽ വെക്കാം. ഇനി അതേപോലെ ഒന്നെടുത്ത് ഒരു ഐസ്ക്രീമിൻ്റെ കോലെടുത്ത് ഇങ്ങനെ നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കാം. ഇനി നമുക്ക് അതേപോലെ കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. 3 4 വര വരഞ്ഞാൽ തന്നെ കണ്ടില്ലേ, അതിൻ്റെ ഉണ്ണിയിലൊന്നും തട്ടിയിട്ടില്ല. അതിൻ്റെ വെള്ള മാത്രമേ വരഞ്ഞിട്ടുള്ളൂ കേട്ടോ. കണ്ടില്ലേ? നമുക്ക് എല്ലാ 6 എണ്ണം അങ്ങനെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ 6 മുട്ടയും ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് നമ്മുടെ കോഴിമുട്ടയുടെ മേലെ മസാലയൊക്കെ തേച്ച് നന്നായിട്ട് സെറ്റാക്കി എടുക്കാം. ഒരു കോഴിമുട്ട എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ബ്രെഡ് പൊടിയിൽ ഇങ്ങനെ മുക്കാം. മുട്ടയിൽ ബ്രെഡിൽ മുക്കി ഇനി നമുക്ക് കയ്യിൽ ഇച്ചിരി എണ്ണ പുരട്ടാം. പുരട്ടിയിട്ട് ഈ മസാല എടുത്തിട്ട് കൈമെങ്ങനെ വെക്കുക. വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് പരത്തുക. ഇത് കയ്യിൽ ഒട്ടി പിടിക്കാതെ ഇരിക്കാനാണ് എണ്ണ പുരട്ടിയത് കേട്ടോ. ഇത് ഉരുളക്കിഴങ്ങ് എന്തായാലും കയ്യിൽ ഒട്ടിപ്പിടിക്കും. ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് പൊതിഞ്ഞെടുക്കാം കോഴിമുട്ട. കണ്ടില്ലേ? ഇങ്ങനെ നന്നായിട്ടൊന്ന് പൊതിഞ്ഞത് കവർ ചെയ്തെടുക്കാം. കണ്ടില്ലേ? ഒന്നുകൂടി ബ്രെഡ് പൊടിയിൽ മുക്കിയെടുക്കാം. കണ്ട ഇങ്ങനെ ഇങ്ങനെ പെടാത്ത ഇടത്തിൽ ഇങ്ങനെ കൈ കൊണ്ട് വാരി വെച്ചാൽ മതി. ഒന്നുകൂടി ഇങ്ങനെ ഇതാക്കിയിട്ട് നമുക്ക് ഇതിലും കൂടി ഒന്ന് മുക്കിയെടുക്കാം. മൈദ കലക്കിയ മാവിലൊന്ന് മുക്കിയെടുക്കാം. ഇനി ഒന്നുകൂടി നമുക്ക് ബ്രെഡ് പൊടിയിൽ മുക്കിയെടുക്കാം. ഒന്നുകൂടി നമുക്ക് ഒന്ന് ഷേപ്പാക്കി എടുക്കാം. നല്ല അടിപൊളി ലോലിപോപ്പുമായി. ഇങ്ങനെ വെക്കാം. ഇനി അടുത്തതും കൂടി നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. അങ്ങനെ എല്ലാ ലോലിപോപ്പും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മക്കളെ, എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇട്ട് കൊടുക്കാം. എണ്ണ തിളച്ചിട്ട് വേണം ഇടാൻ, അല്ലെങ്കിൽ വിണ്ടു പോവാൻ സാധ്യത ഉണ്ട്. ഇനി നമുക്കിത് ഇട്ട് കൊടുക്കാം. ഒരെണ്ണമാണ് ഞാൻ ഇട്ട് കൊടുത്തത്. എണ്ണ നമുക്കിതിൻ്റെ മേലെ ഇങ്ങനെ കോരി കോരി ഒഴിച്ചു കൊടുക്കാം. പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അത് ചട്ടകം പട്ടതാണ് ഇട്ടത്. ഇത് ഏറെ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് ചോദിച്ചാൽ ഉരുളക്കിഴങ്ങിൻ്റെ വേവാണ് കേട്ടോ മക്കളെ. പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് പറഞ്ഞാൽ എണ്ണ നല്ല തിളച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ വിണ്ടു പോകും. അതുകൊണ്ടാണ് തിളച്ചിട്ട് ഇട്ട് കൊടുക്കണം പറഞ്ഞത്. നമ്മുടെ കോഴിമുട്ടയും മസാലയൊക്കെ നല്ല വെന്തതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇട്ടിട്ട് മേലെ മാത്രം ഒന്ന് മൊരുമൊരുപ്പാക്കി എടുത്താൽ മതി. ഇത് ഇനി ആയിട്ടുണ്ട്, നമുക്ക് എടുക്കാം. കണ്ടില്ലേ? എണ്ണ പോട്ട്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഉള്ളതും പൊരിച്ചു കഴിഞ്ഞു. മക്കളെ, ഞാനിതിൽ ഒരെണ്ണം മുറിച്ച് കാണിച്ചു തരാട്ടാ. ഇത് കണ്ടില്ലേ? അടിപൊളിയായിരിക്കണം. കാണാനും നല്ല സൂപ്പറാണ്, കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഇതേപോലെ നമ്മുടെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ മക്കളെ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ മക്കളെ.